ഹലോ, ഈ ക്യൂട്ടായിട്ടുള്ള കിറ്റിയെ വരച്ചെടുക്കലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു ഫോൺ കവർ ഡിസൈൻ ചെയ്യാൻ പോവാണ്. ഇതെൻ്റെ പഴയ ഫോണിൻ്റെ കവറാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഇപ്പോഴെങ്ങും എടുത്തതല്ല കേട്ടോ. 2021 ഫെബ്രുവരിയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ ക്ലിപ്സ് എൻ്റെ പെൻഡ്രൈവിൽ കിടന്നിരുന്നത് ഞാൻ മറന്നേ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാനിങ്ങനെ നമ്മുടെ പെൻ തോട്ട്സ് ചാനലിൽ ഒരു ആർട്ട് വീഡിയോയോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോയോ ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് വെച്ചിരുന്നതാണ്. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ എന്തോ അത് കണ്ടപ്പോൾ, ആ വീഡിയോ കണ്ടപ്പോൾ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തേക്കാമെന്ന് തോന്നി. ഇതെനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് പറഞ്ഞതെന്ന്, പക്ഷേ എന്തായാലും ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പിങ്ക് കളർ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോൺ കവർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് കോട്ടിംഗ് ഒന്നും നമ്മൾ ബേസായിട്ട് കൊടുക്കേണ്ടി വരില്ല. അല്ല, ബ്ലാക്ക് കളറിലെ ഫോൺ കവറൊക്കെ ആണെങ്കിൽ നല്ല ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ പിങ്ക് കോട്ട് അടിക്കാവുള്ളൂ. ബേസ് കോട്ടായിട്ട് നമുക്ക് വൈറ്റ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ 2 ലെയർ പിങ്ക് കോട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മുൻപ് കാണിച്ചതുപോലെ ഈ പിങ്ക് പെയിൻറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കുറച്ച് വൈറ്റ് പെയിൻറ്റിലേക്ക് ഒരല്പം മാത്രം റെഡ് പെയിൻറ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് ഡാർക്കർ ഷെയ്ഡ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലെയർ പിങ്ക് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 2 കോട്ട് പിങ്ക് പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി ഫിനിഷ്ഡ് ലുക്ക് കിട്ടാനായിട്ട് വേണമെങ്കിൽ 3 കോട്ട് വരെ അടിക്കാം കേട്ടോ. ഇത് ഞാൻ അന്ന് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ അത്ര ഫിനിഷ്ഡ് ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് പാച്ചസ് പോലെ കാണുന്നൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ പെയിൻറ്റ് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മീതേക്ക് വരക്കാനുള്ള പിക്ചർ ഏതാണോ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുത്തു വയ്ക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ കൊടുത്തതെന്ന് കേട്ടോ. അതായത് ഈ ഔട്ട്ലൈൻ മാത്രം ശരിക്കും പറഞ്ഞാൽ കൊടുത്താൽ മതിയായിരുന്നു. നമ്മൾ ഏത് പിക്ചറാണോ വരക്കുന്നത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ മാത്രം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കണ്ണും അതുപോലെ മൂക്കിൻ്റെ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയതിന് ശേഷമാണ് കംപ്ലീറ്റ്ലി വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഔട്ട്ലൈൻ വരച്ച് വെച്ചിട്ട് ഉള്ളിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ചാൽ മാത്രം മതിയായിരുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്തത് കൊണ്ട് ആ ഒരു കണ്ണിൻ്റെയൊക്കെ ഭാഗം കണ്ടില്ലേ, കുറച്ചൊന്ന് പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഒന്നുകൂടി കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ശരിയായി. എങ്കിലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നി. ഇനി ചെവിയുടെ ഭാഗത്തും അതുപോലെ തന്നെ മേലെ കെട്ടിയിരിക്കുന്ന ആ റിബണിനും ഒക്കെ കുറച്ചുകൂടി ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് പിങ്ക് നമുക്ക് അടിച്ചു കൊടുക്കാം. ഈ ഡാർക്കർ ഷെയ്ഡ് ഓഫ് പിങ്ക് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മുന്നേ പിങ്ക് കളർ ഉണ്ടാക്കിയതിൻ്റെ കൂടെ കുറച്ചുകൂടി റെഡ് ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇത്തിരി കൂടി ഡാർക്കർ ഷെയ്ഡിലുള്ളൊരു പിങ്ക് കളർ കിട്ടും. എന്നിട്ടതിങ്ങനെ അടിച്ചു കൊടുക്കുക. അത്യാവശ്യം അതിൻ്റെ ഫേസും കഴുത്തും ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിനി ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ മുഖം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. മുന്നേ കൊടുത്തത് ഒരു ബേസിക്കായിട്ട് നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ശരിക്കുള്ള ഔട്ട്ലൈനിങ് പ്രോസസ്സ്. ഇതിങ്ങനെ കൃത്യമായിട്ട് ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഫൈൻ ബ്രഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫൈൻ ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ണാണ്. ഒരു സ്കൈ ബ്ലൂ കളർ പെയിൻറ്റാണ് ഞാൻ ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് വൈറ്റും അതുപോലെ തന്നെ പേർഷ്യൻ ബ്ലൂവോ അല്ലെങ്കിൽ അക്വ ബ്ലൂവോ ഒക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇതേ കളർ ബ്ലൂ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രീനിഷ് ആയിട്ടുള്ള ബ്ലൂ വേണമെന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഈ ഒരു പിക്ചറിൽ ഈ ഒരു കളർ ആയിരുന്നതുകൊണ്ടാണ് ഞാൻ ഈ സെയിം കളർ തന്നെ യൂസ് ചെയ്തത്. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു കൃഷ്ണമണിയുടെ ഭാഗം കാണിക്കാനായിട്ട് കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ട് നന്നായിട്ട് ആവശ്യമുള്ള സൈസിൽ ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് മൂക്കാണ്. മൂക്കും താഴെയുള്ള ആ വായയുടെ ഭാഗമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. അതും ഫൈൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ വരക്കുന്നത് കേട്ടോ. ഫൈൻ ബ്രഷ് ഉപയോഗിക്കുമ്പോഴും നമ്മൾ തീരെ കുറവ് പെയിൻറ്റ് എടുത്തിട്ട് വേണം ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അന്ന് പക്ഷേ നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കിയാൽ കാണാം, ഞാൻ പലപ്പോഴും ബ്രഷിൽ ഓവറായിട്ട് പെയിൻറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നതൊന്നും അത്രത്തോളം കൃത്യമായിട്ട് വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ബ്രഷിൽ ഒരുപാട് പെയിൻറ്റ് എടുക്കാതിരിക്കുക. കുറച്ച് വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും അക്രിലിക് പെയിൻറ്റ് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഫൈൻ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാനായിട്ട് കുറച്ചൊന്ന് വെള്ളം ടച്ച് ചെയ്താൽ നന്നായിരിക്കും. പെയിൻറ്റ് കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ മീശരോമങ്ങൾ വരക്കുമ്പോൾ ചില രോമങ്ങൾക്ക് കട്ടി കൂടുതലായിട്ടൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് മൂക്കിൻ്റെ ആ ഒരു ഭാഗമാണ്. അവിടെ പിങ്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി പിങ്ക് അല്ല. ആ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പിങ്ക് ഇല്ലേ, നമ്മൾ കാതൊക്കെ വരക്കാനായിട്ട് എടുത്തിട്ടുള്ള പിങ്ക് ഷെയ്ഡ്, അതിൻ്റെ കൂടെ കുറച്ചുകൂടി റെഡ് മിക്സ് ചെയ്തിട്ടാണ് ആ മൂക്കിൻ്റെ ഭാഗം ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇനി റിബണിലും അതുപോലെ കാതിലും ഒക്കെയുള്ള ചില ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ഒന്ന് ചെയ്തെടുക്കാം. മിക്കവാറും
നമ്മൾ വീഡിയോസിലൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ഈ ഒരു ഇമേജും എനിക്ക് കിട്ടിയത് പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ്. ഈ ക്യൂട്ടായിട്ടുള്ള ക്യാറ്റിനെ കണ്ടപ്പോൾ എന്തായാലും എവിടെയെങ്കിലും വരച്ച് നോക്കണമെന്ന് തോന്നി. കാർട്ടൂൺ ഇമേജ് ആയതുകൊണ്ട് വെറുതെ ഒരു ചിത്രമായിട്ട് വരക്കാൻ തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പഴയ ഫോൺ കവർ എടുത്തിട്ട് അന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴാണ് നമുക്കതൊരു വീഡിയോ ആയിട്ട് ഇടാനായിട്ട് പറ്റിയത്. പഴയ വീഡിയോ ആണെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മാറ്റം മാത്രമേ ഉള്ളൂ അല്ലേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇപ്പോൾ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഫോൺ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് ഇങ്ങനെയാണ്. പിന്നെ ഇത് പെട്ടെന്ന് പൊളിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.